ബംഗ്ലാദേശ് മുഹമ്മദ് യൂനുസിൻ്റെ കയ്യിൽ നിൽക്കുന്ന നിലയ്ക്കല്ല കാര്യങ്ങൾ പോകുന്നത്. ബംഗ്ലാദേശിൽ അവാമി ലീഗിനെ നിരോധിച്ച് ഹസീനയെ പുറത്താക്കിയാൽ ഭരണം നന്നായി കൊണ്ടുപോകാം എന്നൊക്കെയാണ് ഈ ബ്ലേഡ് കച്ചവടക്കാരനായ യൂനുസ് കരുതിയത്. പക്ഷേ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടാവുന്നത് യൂനുസിനും അപ്പുറത്തേക്ക് അതിതീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു സംഭവം ഉണ്ടായി. അവിടെ ബൈത്തുൽ ബക്ര മസ്ജിദ് എന്ന് പറഞ്ഞ ധാക്കയുടെ പ്രധാനപ്പെട്ട ഒരു മോസ്കുണ്ട്. ധാക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്കാണ്. അവിടെ പ്രാർത്ഥന കഴിഞ്ഞ് വെള്ളിയാഴ്ച ഉച്ചക്കത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ അവർ പുറത്തേക്കിറങ്ങി വലിയ തോതിൽ ആക്രമണം നടത്തിയിട്ട് സർക്കാർ ഓഫീസുകളൊക്കെ അടിച്ച് തകർത്തു. അവസാനം പോലീസ് വന്നു, പോലീസിനും വെടിവെക്കേണ്ടി വന്നു. യൂനിസിൻ്റെ പോലീസിന് ഹിസ്ബുത്ത് തഹരീർ ടഹർ ഗ്രൂപ്പ് HUT അവരാണ് ഈ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയ ആളുകളെ കുത്തിത്തിരിപ്പിച്ചത്. അവർ പറഞ്ഞു വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ഇവരുടെ ആവശ്യം യൂനിസിന് അങ്ങനെയൊന്നും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ബംഗ്ലാദേശിലെ നിലവിലുള്ള ഭരണഘടന എടുത്ത് കളഞ്ഞിട്ട് ശരീഅത്ത് നിയമം കൊണ്ടുവരണം. രണ്ട്, ബംഗ്ലാദേശ് മുൻകൈ എടുക്കണം, ലോകത്തുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങളെയും ഒരുമിച്ച് ചേർന്നിട്ട് ഈ എല്ലാ മുസ്ലിം രാജ്യങ്ങൾക്കും വേണ്ടി ഒറ്റ ഭരണാധികാരി മതി, ഒരു ഖലീഫയെ തിരഞ്ഞെടുക്കണം, എന്നിട്ട് ഖലീഫേറ്റ് ഉണ്ടാക്കണം, ലോകം മുഴുവൻ ഒറ്റ ഖലീഫ, ഇസ്ലാമിക ലോകം മുഴുവൻ ഒറ്റ ഖലീഫ ഭരിക്കണം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയും UAE-നെയും ഒക്കെ അവരുടെ രാജാക്കന്മാരൊക്കെ വെറുതെ ഇരിക്കണം. എന്നിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾ വേണം ഇനി സൗദി ഭരിക്കാൻ, ഒമാൻ ഭരിക്കാൻ, UAE ഭരിക്കാൻ, പാകിസ്ഥാൻ ഭരിക്കാൻ, ബംഗ്ലാദേശ് ഭരിക്കാൻ. ഇസ്ലാമിക രാജ്യങ്ങൾക്കൊക്കെ ഒരു ഖലീഫേ ഉണ്ടാവുള്ളൂ. അത് നേരത്തെ തുർക്കിയിലായിരുന്നു. അയാളെ പുറത്താക്കിയപ്പോഴാണല്ലോ മറ്റേ ഒന്നാം ലോക യുദ്ധത്തിന്റെ അവസാനം അയാളെ പുറത്താക്കിയപ്പോഴാണ് ഖിലാഫത്ത് ഇവിടെ ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ കമാൽ അറ്റാതുർക്കിന്റെ മതേതര ഭരണകൂടം വന്നു. അപ്പൊ അതുവരെയുള്ള ഖലീഫയെ അവർക്ക് വേണ്ട, തുർക്കിയിൽ വേണ്ട, പക്ഷെ ഇവിടെ വേണം. മലപ്പുറത്തെ കാക്കന്മാർക്ക് ഈ മൊയ്തു മൗലവിക്കും ആലി മുസ്ലിയാർക്കും മറ്റേ വാര്യൻ കുന്നനും ഒക്കെ വേണമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ആ പരിപാടി ഉണ്ടായത്. തുർക്കിയിലെ ഖലീഫയ്ക്ക് അധികാരം പോയതും പറഞ്ഞ് ഇവിടെ കലാപം ഉണ്ടാക്കി, ആയിരക്കണക്കിന് ആളുകളെ കൊന്നു. അപ്പൊ അങ്ങനെ അപ്പോൾ ഈ ഖാലിഫേറ്റ് വേണം, ഖാലിഫേറ്റാണ് ഖിലാഫത്ത് വേണം, ഖലീഫ വേണം, സുൽത്താൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരായിരിക്കും എന്നാണ് ഞാനിപ്പോൾ സുനിൽ പറഞ്ഞപ്പോൾ ആലോചിച്ചത്. അത് തുർക്കിയിലെ എർദോഗൻ ആയിരിക്കുമോ അതോ ഇതിനെ നയിക്കുന്ന ആള് ഇപ്പൊ ധാക്ക യൂണിവേഴ്സിറ്റിയിലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രൊഫസറാണ്, ഈ ഹിസ്ബുത്ത് തഹ്രീറിന്റെ നേതാവ് മൊഹിയുദ്ദീൻ അഹമ്മദ്. അയാളായിരിക്കണം എന്നാണല്ലോ അയാളുടെ ആഗ്രഹം. അപ്പൊ നമ്മുടെ MBS സൗദി സുൽത്താനൊക്കെ ഇയാളുടെ മുന്നിൽ തൊടുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഹിസ്ബുത്ത് തഹ്രീറിന്റെ HUT അതിൻ്റെ ഒരു 4-5 പേരെ യൂനിസ് വന്ന് താമസിയാതെ ബംഗാളിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം HUT ചെറുതായിട്ട് HUT അറിയുന്നത്. പുതിയ സംഘടനയാണല്ലോ എന്നൊക്കെ വിചാരിച്ചു. അത് അത്ര പുതിയ സംഘടനയല്ല. ബംഗ്ലാദേശിൽ ഇത് വളരെ നേരത്തെ അവിടെ നിരോധിച്ചു. 2009 ഹസീന നിരോധിച്ചിരുന്നു ഇത്. അപ്പം ഇവര് കഴിഞ്ഞ ദിവസം ഈ വെള്ളിയാഴ്ച ഈ പ്രകടനം നടത്തുന്നതിന് 3 ദിവസം മുമ്പേ സോഷ്യൽ മീഡിയയിലൊക്കെ മാർച്ച് ഫോർ ഖിലാഫത്ത് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ഇളക്കിയിരുന്നു റോഡിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഖിലാഫത്ത് വരികയാണ്, നിങ്ങളെല്ലാം പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ബാരിക്കേഡുകൾ തകർത്തു പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. അപ്പോഴൊരു ഖിലാഫത്ത് എന്ന് വിളിച്ച് പറയുന്നുണ്ട്. ബംഗ്ലാദേശിന് ഇപ്പോൾ സൗദി ഭരിക്കണം. ബംഗ്ലാദേശിന് ഇപ്പോൾ സൗദിയെ ഭരിക്കണം. അതെ, UAE ഭരിക്കണം. മൊത്തം ഇസ്ലാമിക ലോകത്തിനെ ഭരിക്കണം. അങ്ങനെയാണല്ലോ. എന്തൊരു മോഹമാണ്. കാരണം അവരുടെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മക്ക പിന്നെ അവരുടെ കയ്യിലായിരിക്കണം എന്നുള്ളതാണ്. കാരണം സൗദി രാജാവ് മുഹമ്മദ് ബിൻ സൽമാനെയൊക്കെ ഇവർ ഓടിക്കണം. എന്നിട്ട് ഇയാള് ഈ മൊഹിയുദ്ദീൻ അഹമ്മദ് സുൽത്താൻ ആവും അവരുടെ. ഇത് MBS അറിഞ്ഞു കാണുമോ ഇവൻ ഈ ബഹളം ഉണ്ടാക്കുന്ന കാര്യം? വല്ല പത്രത്തിലൊക്കെ ആരെങ്കിലും കാണിച്ചു കൊടുത്തു തമാശ നടക്കുന്നുണ്ട്. അതെ അല്ല അവിടുന്ന് ആരെങ്കിലും വന്ന് ഇവനെ ഖഷോഗിയെ തീർത്ത പോലെ ഇവനെ ശരിയാക്കുമെന്നറിയാനാ. ചിലപ്പോ ഈ മൊഹിയുദ്ദീൻ അഹമ്മദ് യൂനിസിനോട് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ നിങ്ങളെ ഖലീഫയാക്കാം എന്ന് പറഞ്ഞിരിക്കാൻ സാധ്യത. പിന്നെ പ്രകടനം നടത്തി കണ്ട ഒരു ലുക്ക് ഉണ്ട് ഒരു ഖലീഫ. കാരണം ഞാൻ വായിച്ച റിപ്പോർട്ടുകളിലൊക്കെ യൂനിസ് ഇതിന്റെ ഗോഡ് ഫാദറാണ് എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. നടത്തിക്കോ എന്ന് പറഞ്ഞു വന്ന്. അപ്പോൾ
2009 നിരോധിച്ചിരുന്നു. ആദ്യം ഈ സംഘടന തീവ്രമായിരുന്നില്ല എന്നാണ് പറയുന്നത്. സ്വകാര്യ സർവകലാശാലകളിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത്. കാരണം അക്കാഡമീഷ്യനാണല്ലോ മുകളിലിരിക്കുന്നത്. 2001 ശേഷം തുടങ്ങിയതാണിത്. 2011 പക്ഷെ ഒരു അട്ടിമറി ശ്രമം, ഭരണകൂടം അട്ടിമറിക്കാനായിട്ട് ശ്രമം നടത്തിയിരുന്നു ഇവർ. അത് വല്ല ഹോട്ടൽ മുറിയിലോ മറ്റോ ഒക്കെ വെച്ച് 4-5 പേര് കൂടിയതായിരിക്കും. പട്ടാളത്തിൽ ഇവരുടെ ആളുകളുണ്ട്. ഇപ്പോൾ കുറേ പട്ടാളക്കാർ ഇവരുടെ കൂട്ടത്തിലുണ്ട്. 2009 മുതൽ ഇവരുടെ 650 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 450 പേർക്ക് ജാമ്യവും കൊടുത്തിട്ടുണ്ട്. ജാമ്യം കിട്ടിയവരൊക്കെ ഒളിവിൽ പോയി. ഒളിവിലിരുന്നാണ് ഇതൊക്കെ ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ ഇവരുടെ നേതാവ് ഇംതിയാസ് സലീം പറഞ്ഞിരുന്നു ഈ നിരോധനം നീക്കണം, കാരണം ഹസീന പോയല്ലോ, ഞങ്ങൾ മാന്യന്മാരാണ്, ഞങ്ങൾക്ക് ഇനി പ്രവർത്തിക്കാൻ അനുവാദം തരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ അവിടുത്തെ സെൻറ്റ് ജോസഫ്സ് നോട്ടർഡാം കലാശാലകളിൽ നിന്നുള്ളവർ ഇവരുടെ പതാകയുമായിട്ടൊരു പ്രക്ഷോഭം നടത്തിയിരുന്നു. ഇവരുടെ പതാക കണ്ടാൽ ഈ IS-ന്റെ പതാക പോലെയാണ്. കറുത്ത പതാക, അതിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ചത്, HUTയുടെ സൈൻ ചിഹ്നം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ IS-ഉമായിട്ട് അൽഖേദയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധം കാണും. അവർ പതാക ഡിസൈൻ ചെയ്ത് കൊടുത്താണല്ലോ. 1971 കുഴപ്പം പിടിച്ച അവസ്ഥയിലാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇത് ആദ്യമായിട്ടാണ് HUT ഇപ്പോൾ ഒരു പൊതുപ്രകടനം നടത്തുന്നത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പലരും പറയുന്നുണ്ട്, കുറേ കേട്ടിട്ടുണ്ട് ബംഗ്ലാദേശ് ഇപ്പോൾ നമ്മൾ ഇന്ത്യ അങ്ങോട്ട് റെഡിയാക്കും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ആളുകൾക്ക് ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ടാണ്. അവർ ക്ഷമിക്കണം. അതായത് ഈ രാജ്യാന്തര കാര്യങ്ങളിലെ വിദഗ്ധരായ ചില ആളുകളോട് സംസാരിച്ചപ്പോൾ അവരുടെ പേര് പറയേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയല്ല, ബംഗ്ലാദേശ് ഭയപ്പെടുന്നത് ഇന്ത്യയുടെ മൗനമാണ്. ഇന്ത്യ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നാണ് ബംഗ്ലാദേശിന് മനസ്സിലാവാത്തത്. ഇത്രയൊക്കെ ആയിട്ടും ഇന്ത്യ വിട്ടുന്നില്ല. അത് വലിയ കരുത്തൻ്റെ മൗനം എതിരാളിയെ വല്ലാതെ ഭയചകിതനാക്കും അല്ലേ? പിന്നെ സമനില തെറ്റും. അവൻ എന്താണ് മിണ്ടാത്ത? ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ ഒന്നും ചെയ്യുന്നില്ല, കണ്ടതായിട്ട് ഭാവിക്കുന്നില്ലല്ലോ. കാരണം അതിർത്തിയിൽ ഈ തുർക്കി ഡ്രോണുകൾ ഉണ്ടല്ലോ, അത് പറക്കുന്ന ഒരു തവണ പറപ്പിച്ചിരുന്നു. ഒരു തവണ അത് ബംഗ്ലാദേശിലെ യൂണിസ് അധികാരത്തിൽ ഏറിയതിന് ഒരു 1-2 മാസം കഴിഞ്ഞു. പക്ഷെ പിന്നെ പറഞ്ഞില്ല. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ പ്രതികരണം, ഇന്ത്യ എങ്ങനെ ഇടപെടും? പ്രത്യേകിച്ച് ട്രംപ് പറഞ്ഞു ബംഗ്ലാദേശിൻ്റെ കാര്യം മോദി തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് വലിയ വാർത്തയായി. കേരളത്തിലെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്നില്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഇന്ത്യ മുഴുവൻ വലിയ വാർത്തയായിരുന്നു. പല നാഷണൽ ചാനലുകളിലും ഹെഡ്ലൈൻസ് അതായിരുന്നു. പിന്നെ സുനിൽ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത് ഇന്ത്യയുടെ മൗനം. പിന്നെ മറ്റേ പല ആളുകളും ഇന്ത്യ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതുന്നു എന്നൊക്കെ. അപ്പൊ പിന്നെ അജ്ഞാതനൊക്കെ വരുന്നത് എങ്ങനെയാ? ബംഗ്ലാദേശിലിട്ട് അജ്ഞാതൻ അങ്ങനെ അത് വന്നില്ല. അല്ല മറ്റിടത്ത് എന്താണ്? അതെ അതെ. പക്ഷെ ബംഗ്ലാദേശിനെ കുറിച്ച് ഇപ്പം നോക്കൂ, നമ്മുടെ സ്വാമി അദ്ദേഹം ജയിലിലാണ്, ഇതുവരെ ജാമ്യം പോലും കിട്ടിയിട്ടില്ല. അതില്ല. സ്ഥിതിഗതികൾ വല്ലാത്ത പ്രശ്നമാണ്. ഇപ്പോൾ പറഞ്ഞ് നമ്മുടെ ആളുകൾക്കും പോലും നമ്മൾ പോലും ബംഗ്ലാദേശിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല. അത് അങ്ങ് യൂസ്ഡ് ആയി പോയോ എന്നൊരു സംശയമുണ്ട്. ബംഗ്ലാദേശിൻ്റെ വിധി ബംഗ്ലാദേശ് അനുഭവിക്കട്ടെ. ബംഗ്ലാദേശിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ മറ്റേ തെരഞ്ഞെടുപ്പ് എന്തായാലും ഡിസംബറിൽ നടക്കും എന്നുള്ള മട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ പിള്ളേരിപ്പോൾ രാജിവെച്ച് അവരൊരു പാർട്ടി ഉണ്ടാക്കി, നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടാക്കി അവര്. അപ്പോൾ അവരും തെരഞ്ഞെടുപ്പ് ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റേ BNP തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കും. ഗലിത സിയയുടെ അവസാനത്തെ കേസും തീർന്നല്ലോ. അവർ ലണ്ടനിൽ അവാമി ലീഗിന് വലിയ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് അവർക്ക്, ഹസീനയുടെ പാർട്ടിക്ക്. അതെ. ഇപ്പൊ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയും ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമല്ലോ. തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പ് അതിനെ നിരോധിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. അല്ലാതെ നിരോധിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. വലിയ. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. പക്ഷേ ഇപ്പോഴും ചോദ്യം ബാധിക്കുകയാണ്, ഇന്ത്യ എന്തുകൊണ്ടാണ് മൗനം അവലംബിക്കുന്നത്? ഇന്ത്യ എന്തുകൊണ്ട് അപമൗനമാണ് എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് വരട്ടെ. ട്രംപ് വന്നല്ലോ. ട്രംപ് വന്നിട്ട് മോദി തീരുമാനിച്ചോളൂ എന്നും പറഞ്ഞു. അതെ, മോദി തീരുമാനിച്ചാൽ മതി എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്.
എന്നിട്ടും എന്തേ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പണ്ട് EMS പറഞ്ഞൊരു കാര്യം കേട്ടോ, ഈ കോൺഗ്രസ് സർക്കാരിനെ ഞങ്ങൾ ഇറക്കി വിടാനൊന്നും പോകുന്നില്ല, അത് അവിടെ ഇരുന്ന് നാറി നശിച്ചോളും എന്ന് പറയുന്നത് പോലെ യൂനിസ് സ്വാഭാവികമായ ഒരു ചരമഗതിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് യൂനിസിനെ അട്ടിമറിച്ച് ഒരു വലിയ കലാപം ഉണ്ടാവും, അത് ഇതിനേക്കാളും വലിയ കുഴപ്പത്തിലേക്ക് ബംഗ്ലാദേശ് പോകും. അവസാനം ഇന്ത്യക്ക് ഇടപെടാൻ കുറച്ചുകൂടെ ന്യായമായ അനിവാര്യമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ കാത്തിരിക്കുകയാണോ? എന്തായാലും അത് ഡിസംബർ വരെ ഇന്ത്യയുടെ മൗനം തുടരും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ തോന്നുന്നത്. ഡിസംബറിൽ തിരഞ്ഞെടുപ്പ് എന്തായാലും ഉണ്ടാവും. പക്ഷെ വേറൊരു കാര്യം, ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ യൂനിസ് ഈ HUT പോലെയുള്ള ആളുകൾ ലോകം മുഴുവൻ ഒരു ഖലീഫ വേണം, ഇപ്പോൾ ഉള്ള രാജാക്കന്മാരൊന്നും ഭരണാധികാരികളൊന്നും അംഗീകരിക്കാൻ പറ്റില്ല, പുതിയൊരാൾ വരണം എന്നുള്ള വാദം ഉന്നയിക്കുന്ന ആളുകളെയൊക്കെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായി യൂനിസ് നിൽക്കുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള അയാളുടെ പിന്തുണ കുറയത്തില്ലേ? വളരെ കുറയും. കാരണം മറ്റേ ഭീകര രാജ്യമായിട്ട് കുറച്ച് കഴിയുമ്പോൾ പ്രഖ്യാപിക്കേണ്ടി വരും. തുർക്കിക്ക് മാത്രം സന്തോഷം ഉണ്ടാവും. അതെ, തുർക്കി ഇടക്കിടയ്ക്ക് പോയി ഞങ്ങൾ സഹായിക്കാം, പാകിസ്ഥാനിലും പറയുന്നുണ്ട്. ഖലീഫേറ്റ് എന്ന് പറയുമ്പോൾ തുർക്കിക്ക് സന്തോഷം ഉണ്ടാവുന്ന കാര്യം. പിന്നെ എർദോഗൻ ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ കശ്മീർ പ്രശ്നം ഉയർത്താറുണ്ട്. കശ്മീർ പ്രശ്നത്തിൽ നിങ്ങളുടെ കൂടെയാണ് ഞാൻ പാകിസ്ഥാനോട് മറ്റേ 2 ആഴ്ച മുമ്പ് പറഞ്ഞല്ലോ. അത് വലിയ പ്രശ്നമായിട്ടുണ്ട്. ഇന്ത്യ റിയാക്ട് ചെയ്തിട്ടുമുണ്ട്. എർദോഗൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എർദോഗന് ഇതിൽ സന്തോഷം വരില്ല. എർദോഗൻ ഖലീഫയാകാനായിട്ട് നിൽക്കുന്ന ആളാണ്. വേറൊരു അത് എർദോഗനെ ആക്കാന്നല്ലോ, വേറൊരാൾ വേണമെന്നാണ് പറയുന്നത്. അതാണ് ഈ അങ്ങേർക്കാകണം എന്നാണല്ലോ അങ്ങേര് പറയുന്നത്. അതല്ലെങ്കിൽ എർദോഗനുമായിട്ടൊരു സന്ധിയിലെത്തണം, ആരാണെന്നുള്ള കാര്യം തീരുമാനിക്കണം. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.